ഒരു ആർമി ഓഫീസർ ഒരു കാത്തലിക് മിഷൻ ഹോസ്പിറ്റലിലോട്ട് തന്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോവുക. അദ്ദേഹം ഭാര്യയും കൊണ്ട് ചെന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലുകാർ അതിൻ്റെ വേണ്ട ആക്ഷൻ എല്ലാം എടുത്തു. അപ്പോൾ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാറായി, അഡ്മിറ്റ് ചെയ്തോളൂ, റിസ്ക് എടുക്കണ്ട, അഡ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. പ്രസവത്തിന് സമയമായി. പക്ഷേ 1-2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ 1-2 മണിക്കൂർ എൻ്റെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു മുറി കൊടുത്തു. അങ്ങനെ ഭാര്യയും കൊണ്ട് താൻ മുറിയിലോട്ട് പോയപ്പോൾ മുറിക്കകത്തൊരു ക്രൂശിത രൂപം കണ്ടു. മുറിക്കകത്ത് എല്ലാ മുറിയിലും യേശുവിൻ്റെ ക്രൂശിത രൂപം, ആണിയടിച്ച രൂപം, ചോരയൊഴുകുന്ന രൂപം, മുൾക്കിരീടം ധരിച്ചിരിക്കുന്ന ആ അർത്ഥനഗ്നമായ ആ ക്രൂശിത രൂപം ഒരു ഫോട്ടോ ആ മുറിയിലുണ്ട്. ഫോട്ടോ, പ്രതിമയല്ല, ഫോട്ടോ. ഈ ഓഫീസർ അത് കണ്ട വഴി ദേഷ്യപ്പെട്ടു. പെട്ടെന്ന് നേഴ്സിനോട് പറഞ്ഞു ഇത് ഇവിടുന്ന് മാറ്റണം. നേഴ്സ് കൈകൊപ്പിക്കൊണ്ട് പറഞ്ഞു, സാർ ഇത് ഈ ഹോസ്പിറ്റലിൻ്റെ എല്ലാ മുറിയിലും ഉള്ളതാണ്, പ്രശ്നം ഉണ്ടാക്കരുത്, ഇത് മാറ്റാൻ ഒക്കില്ല. അയാൾ പറഞ്ഞു മാറ്റിയേ പറ്റൂ. ഈ ചിത്രം ശരിയല്ല, ഇത് നെഗറ്റീവാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ ചോരയൊലിച്ച് കിടക്കുന്ന പടം ജനിച്ചു വരുന്ന ഉടനെ എന്റെ കുഞ്ഞ് കാണരുത്. ഒരു ചിരിക്കുന്ന മുഖം, പ്രതീക്ഷയുടെ മുഖം, പ്രത്യാശയുടെ മുഖം, ഒരു വല്ല പുഷ്പങ്ങളോ അങ്ങനെ വല്ല സീനറിയൊക്കെ വേണം ഇവിടെ വെക്കാൻ. കുഞ്ഞുങ്ങൾ ജനിച്ച് ആദ്യം വരുന്ന റൂമല്ലേ ഇത്? ഇങ്ങനെ ഒരു ക്രൂരമായ കൊലപാതക ചിത്രമാണോ വേണ്ടത്? ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല, ഇതെടുത്ത് മാറ്റണം. ആശുപത്രിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചു നേഴ്സ്. ഡയറക്ടർ വന്നു, വളരെ സ്നേഹത്തോടെ അയാളെ മുറി കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇതൊരു മിഷൻ ഹോസ്പിറ്റലാണ്, ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട്, ഞങ്ങൾക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, മാറ്റാൻ ഒക്കില്ല. അയാൾ പറഞ്ഞു മാറ്റിയേ പറ്റൂ. അയാളൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഒരു പ്രശ്നം വേണ്ടെന്നോർത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറഞ്ഞു ആ മുറിയിലത്തെ അങ്ങ് മാറ്റിക്കൊടുത്തേരെ, ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ പൊക്കോളുകയല്ലേ, നമ്മൾ എന്തിനാ വെറുതെ ഇനി അത് ഒരു വിവാദമായി പത്രവാർത്തയായി വിഷയം ഉണ്ടാക്കണ്ട, ഒരു റൂമിലെ മാറ്റിയേക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ പിടിച്ച് ജയിച്ചു. അപ്പോഴത്തേന് അയാൾക്ക് കോൾ വന്നു, അയാൾ ഡ്യൂട്ടിയിലാണ്, ആൾ പോയി. അയാൾക്ക് പിന്നെ തിരിച്ചു വരാൻ ഉടനെ പറ്റിയില്ല, അന്ന് പറ്റിയില്ല, പിറ്റേ ദിവസം പറ്റിയില്ല. പെട്ടെന്ന് അയാൾക്ക് മെസ്സേജ് പോയി, നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, സന്തോഷ വാർത്തയുണ്ടെന്നും പറഞ്ഞ് ഭാര്യയുടെ പ്രസവ വിവരം അറിയിച്ചു. അയാള് പ്രസവ വിവരം അറിഞ്ഞപ്പോഴത്തേനും ഫീൽഡിൽ നിന്ന് ഓടി അലച്ച് ലേബർ റൂമിന്റെ വാതിക്കലേക്ക് കതച്ചു കയറി വന്നു. വന്നപ്പോൾ നേഴ്സ് ഗൗരവത്തോടുകൂടെ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് ക്രൂശിത രൂപം കാണില്ല കേട്ടോ എന്ന് മാത്രമല്ല ഒന്നും കാണില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? ആ കുഞ്ഞ് അന്ധനായിരുന്നു. അയാൾ ആശുപത്രി വരാന്തയിൽ തല തല്ലി കരഞ്ഞു. പ്രയോജനമില്ല, പ്രയോജനമില്ല. ദൈവത്തോടാരും കളിക്കരുത്. There is no second chance. ഇതൊക്കെ ഒരു അവസരമാണ്. ഒരു ബസ് പോയാൽ വേറൊരു ബസ് കിട്ടും. പക്ഷെ ദൈവത്തെ കണ്ടെത്താവുന്ന കാലം മിസ്സായ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. ഒരു ട്രെയിൻ പോയാൽ വേറൊരു ട്രെയിൻ കിട്ടും, ഒരു പ്ലെയിൻ പോയാൽ വേറൊരു പ്ലെയിൻ കിട്ടും. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുകയും അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുകയും ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഓ ജീസസ്, ദൈവത്തെ അനുഭവിക്കാൻ, ദൈവത്തെ അറിയുവാൻ നിനക്ക് കിട്ടുന്ന അവസരം മിസ്സായാൽ നാളെ നിനക്കത് കിട്ടില്ല. ആരാധിക്കാൻ കിട്ടുന്ന അവസരം, സാക്ഷിക്കാൻ കിട്ടുന്ന അവസരം, പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരം, വചനം പഠിക്കാൻ കിട്ടുന്ന അവസരം, കർത്താവിന് വേണ്ടി ജീവിക്കാൻ കിട്ടുന്ന അവസരം വെരി ഇമ്പോർട്ടന്റ്. അത് കളഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. പിന്നെ കിടന്ന് കരഞ്ഞാലൊന്നും കിട്ടുകയില്ല. ആ മനുഷ്യൻ പിന്നീട് പലരോടും പറഞ്ഞു, ഈ രൂപം
കാണാൻ കൊള്ളുകയില്ലെങ്കിലും ശക്തിയുള്ളതാ. ഞാനും നിങ്ങളും പടം വെക്കുന്നവരല്ലായിരിക്കും, എന്നാൽ ആ പടത്തിന്റെ അകത്തെ പടം എൻ്റെ അകത്തുണ്ട്. എൻ്റെ അകത്തതുള്ളത് കൊണ്ടാണ് ഞാൻ ഭിത്തിയെ തൂക്കാത്തത്. എൻ്റെ അകത്ത് അതേ ഉള്ളൂ. എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ മക്കളെക്കാൾ, എൻ്റെ അമ്മയേക്കാൾ എൻ്റെ അകത്ത് ഒരു ചിത്രമുണ്ട്. അത് എനിക്ക് വേണ്ടി ചോരയൊഴുക്കിയ യേശുവിന്റെ ചിത്രമാണ്.